ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ആഗസ്റ്റ് മാസ ഫലം. അത് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിന്റെ ആദ്യത്തെ 1-2 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആഗസ്റ്റ് മാസത്തിൽ വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചും ദൈവാധീനത്തെ കുറിച്ചും ഉയർച്ചകളെ കുറിച്ചും അതുപോലെ തന്നെയാണ് മറ്റ് കുഴപ്പങ്ങളിലൊന്നും പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുകൂടി വിചിന്തനം ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു മാസമാണ് ഈ മിഥുനം രാശിക്കാർക്ക് ആഗസ്റ്റ് മാസം. അതായത് സർവൈശ്വര്യകാരനും സർവ സമ്പദ് പ്രദാത്രിയും ഒക്കെ ആയിരിക്കുന്ന ആ വ്യാഴഗ്രഹം തൊഴിൽ സ്ഥാനത്തിന്റെ കൂടി അധിപനാണ്. അത് നിവൃത്തി സ്ഥാനത്തിന്റെ കൂടി അധിപനാണ്. ഏത് കാര്യത്തിനും ഒരു അനുഗ്രഹിക്കുന്ന ഭാവത്തിന്റെ അധിപനാണ്. ഉപജീവന മാർഗത്തിന്റെ അധിപനാണ്. അത് 5-ാം ഭാവാധിപത്യം കൊണ്ട് ഭാഗ്യഭാവാധിപത്യം കൂടിയുള്ള ആ ശുക്രനോട് യോഗം ചെയ്ത് ഗുരു ശുക്ര യോഗം, അത് അത്യപൂർവമായിട്ട് മാത്രം വരുന്ന ഒരു സമയമാണ്. ഈ മാസം ഈ മിഥുനം രാശിക്കാർക്ക് ഗുരു ശുക്ര യോഗം അത് ഒരു രാജയോഗമാണ്. അഭീഷ്ടങ്ങൾ സാധിക്കേണ്ട യോഗമാണ്. ഏതാനും ദിവസം കേസരി യോഗവും ശരഭയോഗവും ഒക്കെ വന്നു ചേരുന്ന ഒരു മാസമാണ്. അതായത് ഗുരുവും ശുക്രനും അവിടെ രാശിയിൽ നിൽക്കുമ്പോൾ ചന്ദ്രൻ ഈ 2 ഗ്രഹങ്ങളുടെയും കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ഒരു മാസത്തിനുള്ളിൽ. അത് ചന്ദ്രൻ മിഥുനത്തിലും കന്നിയിലും ധനുവിലും മീനത്തിലും ഈ 4 രാശികളിൽ സഞ്ചരിക്കുമ്പോൾ രാജയോഗം തരും. ചില പ്രത്യേക ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരുക, അത് തൊഴിൽ ലഭിക്കുക, ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പാസ്സായി, ദീർഘനാളുകളേക്ക് സുഖലോലവുമായി ജീവിക്കുന്നതിനുള്ള ഒരു ജോലി കിട്ടി, അല്ലെങ്കിൽ ഒരു ലോട്ടറി എടുത്തു, ലോട്ടറി അടിക്കുന്നതിന് ഒരു ഭാഗ്യമുണ്ടായി, ലോട്ടറി കിട്ടി, സുഖജീവിതം. അങ്ങനെ ഗവൺമെന്റിൽ നിന്ന് ഒരു വലിയ തുക ലോൺ കിട്ടുക, അല്ലെങ്കിൽ സഹായമായിട്ട് കിട്ടുക, അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നൊരു സഹായം കിട്ടുക, കുടുംബ സമ്പത്ത് ഒരു ഭാഗം കിട്ടുക, അത് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും ഒക്കെയാകാം, മക്കൾക്ക് ഒരു നല്ല വിദ്യാവിജയങ്ങൾ വന്നു ചേരുക, ജോലി കിട്ടുക, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ. ഉത്തമമായ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കായി, നല്ല ദിവസം നോക്കി പോയി, ആ ദിവസം ചെന്നു കണ്ടു, ഇഷ്ടപ്പെട്ടു, വിവാഹം വാക്കായി ഉറച്ചു, ഉത്തമ കുടുംബജീവിതം, ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തിന് ഒരു തുടക്കം കുറിക്കുവാനൊക്കെ ഈ മാസം അനുകൂലമാണ്. ഈ മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിന്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം വളരെ ഐശ്വര്യപ്രദമാണ്. ദാമ്പത്യ ഭാവത്തെ വിശകലനം ചെയ്തതിൽ ഉത്തമ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായിരിക്കും. പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുക, കുടുംബത്ത് ഗൃഹോപകരണങ്ങൾ വന്നു ചേരുക, ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും അവസരം ലഭിക്കും. അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഭൂമി വന്നു ചേരുന്നതിന് യോഗമുണ്ട്. ദീർഘനാളുകളായിട്ടൊരു ഭൂമി വാങ്ങണം എന്ന് വിചാരിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട്. ഉപജയസ്ഥാനം 11-ാം ഭാവത്തിന്റെ കൂടി അധിപനായിരിക്കുന്ന ചൊവ്വ സുഖസ്ഥാനമായ 4-ാമിടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ സ്വല്പം കടങ്ങൾ കൂടിയൊക്കെ ഉണ്ടായിട്ടായാലും ഒരു ഭൂമി വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. സമ്പത്ത് വന്നു ചേരും. സുഹൃത്തുക്കൾ സഹോദരസ്ഥാനീയരും മുഖാന്തരം പല വിധത്തിലുള്ള മനക്ലേശങ്ങൾ ധനനഷ്ടങ്ങളും സൂചകമാണ്.
സുഹൃത്തുക്കളെയൊക്കെ തെരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും കള്ളത്തരമൊക്കെ പറഞ്ഞ് കബളിപ്പിക്കപ്പെട്ടു പോകാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എതിർലിംഗക്കാരായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സുഹൃത്തുക്കൾ, പെൺ സുഹൃത്തായാലും ആൺ സുഹൃത്തായാലും ഒക്കെ നല്ലവരും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു കാലഘട്ടം. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. സ്ഥാനത്തിന്റെ ആധിപത്യം കൂടിയുള്ള ഭാഗ്യാധിപൻ കൂടിയായിരിക്കുന്ന ശുക്രന്റെ സ്ഥിതി രാശിയിലുള്ളതിനാലും ജലരാശി അധിപനായിരിക്കുന്ന ചൊവ്വ തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുകയും തൊഴിൽ സ്ഥാനാധിപനായിരിക്കുന്ന ജലരാശി ഗ്രഹം രാശിയിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു ഈ സമയത്ത്. അപ്പോൾ ഗമനാധിപനായിരിക്കുന്ന രാഹു മിഥുനം രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ഒരു വിദേശ യാത്രയോ ദീർഘദൂര യാത്രയോ ഒക്കെ വന്നു ചേരാം. വിദേശത്തൊക്കെ പോയി പഠനത്തിനൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനൊരു ചാൻസ് ഒത്തുവന്ന് നല്ല അനുഗ്രഹം കിട്ടുക, പേപ്പറൊക്കെ ശരിയാകുക, പോകാൻ അവസരം കിട്ടുക, നല്ല ജോലിയിൽ ചെന്ന് പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുക, അതൊക്കെ ഈ മാസം ലഭിക്കുവാൻ ഭാഗ്യമുണ്ട്. അവസരങ്ങൾ വന്നു ചേരുന്നത് വേണ്ട രീതിയിൽ വിനിയോഗിച്ച് വിജയിപ്പിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. കൃഷി കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും എല്ലാം അഭിവൃദ്ധികരമാണ്. ഷെയർ മാർക്കറ്റിംഗ്, ഡിസൈനേഴ്സ്, അതായത് കലയുമായി ബന്ധപ്പെട്ട ആവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഉയർച്ചയുടെ ദിവസങ്ങളാണ് ഈ ആഗസ്റ്റ് മാസം. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക, വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കാവുംപടി. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗോചര ഫലങ്ങളാണ്. അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ വിശദ വിവരങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം മുതലായവ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുക. നേരിട്ട് ഞാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.